Christmas is the season of holy joy, and joy grows when it is shared. Now I invite Reverend Father Varghese Padyarekara, the President of Malayalis Ecumenical Christian Fellowship, Nagpur, for the Presidential Address. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ സന്ധ്യയിൽ നാം ഒരുമിച്ച് ഇവിടെയായിരിക്കുന്നത്. 3 വർഷം മുമ്പ് പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും നിങ്ങളെല്ലാവരും ഒരുമിച്ച് എടുത്തൊരു തീരുമാനമനുസരിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ക്രൈസ്തവ സഭകളും ഒരുമിച്ച് ചേർന്ന് ക്രിസ്മസിൻ്റെ ആ സന്തോഷം ഒരുമിച്ച് നമ്മൾ ആചരിക്കുവാനും പങ്കിടുവാനുമൊക്കെയായി ഒരു വേദി ഇങ്ങനെ നമ്മൾ രൂപീകരിച്ചു. അതിൻ്റെ 3ാമത്തെ വർഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇവിടെ ആയിരിക്കുന്ന നമ്മെല്ലാവരെയും ഈ നാളുകൾ ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴി നടത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ പകർന്നുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നമ്മുടെ കർത്താവ് ജാതനായി എന്നുള്ള വലിയ ആ ഓർമ്മപ്പെടുത്തലാണ്. ക്രൈസ്തവ ജീവിതത്തിൽ പ്രത്യാശയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൻ്റെ നിത്യമായ സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കാനും നമ്മുടെ എല്ലാം ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിവിധ സഭാവിഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചേർന്നിരിക്കുവാൻ സാധിക്കുമ്പോൾ അത് ക്രിസ്തുവിലുള്ള ആ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരുമിച്ച് ചേരലുകളാണ്. വചനത്തിലൂടെ നാം വായിച്ചു കേട്ടു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷമായി ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമ്മുടെ മാനുഷിക ജീവിതത്തിൽ കുറവുകളും ബലഹീനതകളും എല്ലാം ഉള്ള അനുഭവങ്ങളിലും അതുപോലെ തന്നെ ഒരനുഭവങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിറഞ്ഞ പ്രത്യാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും ഈ വരും ഓർമ്മപ്പെടുത്തൽ കാലിത്തൊഴുത്തിൽ പിറന്ന നമ്മുടെ കർത്താവിൻ്റെ ആ തിരുജനത്തിൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഭവന ജീവിതത്തിലുമെല്ലാം സന്തോഷത്തിൻ്റെ നിറവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി കടന്നു വന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്ത് എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നവതിയോടെ പ്രത്യാശയോടെ ദൈവം നമ്മെ വഴി നടത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.